ഉഷാറായല്ലേ? ഇതെന്താ ജ്യൂസോ? ഇനിയിപ്പോ അവരും എടുത്തോളും. അമ്മായി മാറിക്കോ. വാ വിനേട്ടാ. നമുക്കേ ഒന്ന് തുടച്ച് സുന്ദരനായിട്ട് ജ്യൂസും ബിസ്ക്കറ്റും ഒക്കെ കഴിക്കാം, അല്ല വിനേട്ടാ? എല്ലാരും ഒന്ന് മാറിക്കേ. വിനേട്ടനൊന്ന് സുന്ദരനായ ശേഷം വന്നാ മതി. ആ ജ്യൂസ് അവിടെ വെച്ചേരെ. നീ ആ ബാത്റൂമിൽ പോയി ഹീറ്റർ ഓൺ ചെയ്ത് ചെറു ചൂടുവെള്ളം എടുത്തോണ്ട് വാ. മോളെ, വിനയനെ തുടയ്ക്കാൻ ഒരു തോർത്തിങ്ങെടുത്തേ. കൂട്ടത്തിലെ ഒരു ഷർട്ട് മുണ്ടും കൂടെ എടുത്തോളൂ. എന്റെ ഭൂലോകമാതാവേ, എല്ലാം തോലച്ചല്ലോ. ഞാൻ അപ്പഴേ കരുതിയതാ നീയൊക്കെ അതില്ലാതാക്കുമെന്ന്. അത് കയ്യോടെ കൊടുത്തിരുന്നെങ്കിലേ അകത്ത് ചെല്ലുമായിരുന്നു. ഒരു ഗ്ലാസ് ജ്യൂസ് അല്ലേ, അല്ലാതെ ദേവലോകത്തും തന്നുവിട്ട അമൃതൊന്നും അല്ലല്ലോ. നിനക്കൊന്നും അതിന്റെ വില അറിയില്ല. കഷ്ടപ്പെട്ട് ഞാനത് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ. അത് തട്ടിത്തെറിപ്പിച്ചതും വരെ ഞാൻ പറയുന്നു. എന്താ ഇത് തട്ടിപ്പോയി, അതിനാണ് കിടന്ന് കയറ് പൊട്ടിക്കുന്നത്. ഞാനിനി വരുമ്പോ 4 ഗ്ലാസ് നിങ്ങൾക്ക് കൊണ്ടുവരാം കേട്ടാ. നമുക്ക് വേറെ ഉണ്ടാക്കി കൊടുക്കാന്നേ. നിങ്ങൾ രണ്ടാളൊന്ന് മാറിന്നേ, ഞങ്ങൾ വിനേട്ടനൊന്ന് തുടച്ചെടുക്കാം. മാറി ഒന്ന് പുറത്തോട്ട് നിൽക്ക്. അച്ഛനെ ആ തോർത്ത് ആല് വേണ്ട, ഞാൻ എടുക്കാം. ഞാനാണെങ്കിൽ ദാസപ്പഞ്ചേട്ടൻ തന്ന പൊടി മുഴുവൻ ജ്യൂസ് കിട്ടും പോയി. ചോദിക്കുമ്പോ ഞാൻ എന്ത് സമാധാനം പറയുമെന്തോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.